ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. ഇടിവണ്ണ മൂലേപ്പാടം നിവാസികൾ കാട്ടാനഭീതിയിൽ. ദിവസം തോറും നശിപ്പിക്കുന്നത് പതിനായിരങ്ങളുടെ കാർഷിക വിളകൾ. ചാലിയാർ പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങളിലാണ് കൃഷിക്കും മനുഷ്യജീവനും ഭീതി വിതച്ച് കാട്ടാനകൾ വിലസുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 20ഓളം കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. വീടുകളുടെ മതിലുകളും സോളാർ വൈദ്യുത വേലികളും തകർക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് റിട്ടയർഡ് ജവാനും എരഞ്ഞിമങ്ങാട് വേട്ടേക്കോട് സ്വദേശിയുമായ കല്ലുവെട്ടിപ്പറമ്പിൽ പത്മനാഭന്റെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ കൃഷിയിടത്തിൽ വ്യാപക കൃഷിനാശം വിതച്ചത്. കായ്ഫലമുള്ള 11 തെങ്ങുകളും 60ലേറെ കുലച്ച വാഴകൾ, ജാതിമരങ്ങൾ തുടങ്ങിയവയാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പത്മനാഭന്റെ കൃഷിയിടം തരിശു നിലമാക്കി മാറ്റിയിരിക്കുകയാണെന്നും പത്മനാഭൻ പറയുന്നു. ഇടിവണ്ണ എച്ച് ബ്ലോക്ക് മുതൽ മൂലേപ്പാടം പാലം വരെ രാത്രിയായാൽ കാട്ടാനകൾ എത്തുകയാണ്. വനവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനും ജീവഭയമില്ലാതെ വീടുകളിൽ കിടന്നുറങ്ങാൻ അവസരം ഒരുക്കണമെന്നും മുൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും വനിതാ കർഷകയുമായ അച്ചമ്മ ജോസഫ് പാലാത്ത് പറഞ്ഞു. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട. സന്ധി കഴിഞ്ഞാല് റോഡേ പോകാൻ മേല. റബ്ബർ വെട്ടുകാരുടെയൊക്കെ കണ്ടില്ലേ, ഈടെ കൈ ഓടിച്ച് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്ക് മുഴുവനും 5 കൊല്ലം മുന്നേ ഇത്ര ശല്യമില്ലായിരുന്നു. ഇപ്പൊ ഒരു വാഴ പോലും ഒരു പറമ്പിൽ നിൽക്കാൻ മേല. ആ വാഴ ഇതിനകത്തൊക്കെ വന്ന് ഇന്ന് കിടന്നിട്ടാണോ ആന പോകുന്നത് എനിക്ക് സംശയമുണ്ട്. എന്നും വരുക. ഇങ്ങനെയായ മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കും? തെങ്ങുതീയൊക്കെ എന്തേരെയാ കളയുന്നത്. ഞങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ വൈകുന്നേരം പുറത്തിറങ്ങുന്നത്. ഒന്ന് ഓടിക്കാൻ പോലും പറ്റില്ല. അതങ്ങനെ കുരങ്ങ് വേറെ, തേങ്ങ ഒന്നും ഒരെണ്ണ അരയ്ക്കാൻ പോലും ഇല്ല. അതുകൊണ്ട് പന്നിയും കുരങ്ങും മുള്ളനും ആയിട്ട് കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ മേലാത്തൊരു പരുവായിട്ടുണ്ട്. അതും ഇത് പിന്നെ മെയിൻ റോഡാണിത്, മലയോര ഹൈവേ ആണിത്. ഇനി പണി വലിയ വരുന്നു പറഞ്ഞു. എന്തിനാ ഇങ്ങനെ റോഡ് ഉണ്ടാക്കുന്ന? മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാതെ റോഡിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യരുണ്ടാകുകയല്ല ഇങ്ങനെ പോയാലും ഇവിടെ ആ പരുവത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വന്യമൃഗത്തിന്റെ ശരീരത്തിൽ 5 കൊല്ലം മുന്നേ ഉള്ളതൊക്കെ ആണെങ്കിൽ വല്ല കാലത്ത് ഒരു ആണ്ടിൽ ഒന്നൊക്കെ വന്ന് പോകും. അത് മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു വാഴ 2 വാഴ ഓടിച്ച്. ഇപ്പം വാഴയൊന്നും പറമ്പിലില്ല. പച്ചക്കറി നടാൻ മേല, ഒരു സാധനം ഉണ്ടാക്കാൻ മേല. മൂലപ്പാടത്തൊക്കെ എന്തോരം ഇവിടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ഒരു സാധനം ആൾക്കാർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയല്ല, ജീവിക്കാൻ പറ്റിയല്ല. വാഴ എന്ന് പറഞ്ഞു ചക്കയും പ്ലാവും എല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞു. അതിന്റെ ശല്യം കൊണ്ടായിരിക്കും ആന വരുന്നെന്ന് ഓർത്ത്. നിലമ്പൂർ നായണപ്പൊയിൽ മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഒരു ഭയവുമില്ലാതെ കാട്ടാനകൾ എത്തുന്നത്. കായ്ഫലമുള്ള തെങ്ങുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതിനാൽ കർഷകർക്ക് ഓരോ ദിവസവും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പത്മനാഭന്റെ കൃഷിയിടത്തിൽ നിറയെ നാളികേരവുമായി നിന്ന തെങ്ങുകളാണ് നശിപ്പിച്ചത്. എന്റെ ഇടിവണ്ണയിലെ എച്ച് ബ്ലോക്ക് മുലപ്പാടം റോഡിലെ മെയിൻ റോഡ് സൈഡ്, ആ സൈഡിലുള്ള ഒരു കൃഷിയിടത്തിലെ 10 തെങ്ങ്, പിന്നെ ഒരു 50ഓളം വാഴകള്, കുലച്ച വാഴ, പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ജാതി തൈ, 2 ജാതി, ഇതെല്ലാം നഷ്ടപ്പെട്ടു. ആന ഇറങ്ങി 2 ദിവസം ഇറങ്ങി. ഇന്നലെ പെലച്ചയ്ക്കും മിഞ്ഞാന്ന് പെലച്ചയ്ക്കും. ആന വരാറ് ഇല്ല, പൊതുവായിട്ട് അങ്ങോട്ട് അധികം വരാറില്ല. എന്നാല് ഓക്കാട് ആ ഭാഗത്തേക്ക് വരാറ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടിവണ്ണ മൂലേപ്പാടം ഭാഗങ്ങളിലായി കാട്ടാനകൾ നശിപ്പിച്ചത് 100ഓളം തെങ്ങുകളും 1500ലേറെ വാഴകളും മറ്റ് കാർഷിക വിളകളുമാണ്. രാത്രികാലങ്ങളിൽ മേഖലയിൽ മുഴുവൻ സമയ പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും അച്ചമ്മ ജോസഫ് പറഞ്ഞു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബീഫ് സുർബിയാൻ, മട്ടൺ ചാപ്സ്, ബീഫ് പള്ളിക്കറി, ഫിഷ് കറി, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.